നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. അളഗപ്പനഗർ പഞ്ചായത്ത് പച്ചളിപ്പുറത്ത് തെരുവുനായ ശല്യം രൂക്ഷം. പരാതിയുമായി നാട്ടുകാർ. തൃക്കൂർ പഞ്ചായത്തിലെ തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട വ്യാപാരികൾ. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് സർവകക്ഷി യോഗം വിളിച്ച് പഞ്ചായത്ത് അധികൃതർ. തെരുവുനായകളെ വീടുകളിൽ വളർത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് നിർബന്ധമാണെന്ന് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്. അപകടങ്ങൾ പതിവായ ആറ്റപ്പള്ളി കുളിക്കടവിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പറപ്പൂക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾ ഒരുക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. അളഗപ്പനഗർ പഞ്ചായത്ത് 7-ാം വാർഡ് പച്ചളിപ്പുറത്ത് തെരുവുനായ ശല്യം രൂക്ഷം. കൂട്ടമായി എത്തുന്ന തെരുവുനായ്ക്കൾ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ഭീഷണിയാവുന്നു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യം. പച്ചളിപ്പുറം മേഖലയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് പച്ചളിപ്പുറം മഞ്ഞളി റിജോയുടെ മകൻ ജോയലിന് തെരുവുനായയുടെ കടിയേറ്റത്. വീടിന് മുൻപിലെ റോഡിൽ നിൽക്കുകയായിരുന്ന കുട്ടിയെ തെരുവുനായ ഓടിയെത്തി ആക്രമിക്കുകയായിരുന്നു. കുട്ടി വീട്ടിലേക്ക് ഓടിക്കയറിയതിനാൽ ഗുരുതരമായി പരിക്കേറ്റില്ല. പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്ത ജോയലിന് ഇപ്പോഴും ഭയം വിട്ടൊഴിഞ്ഞിട്ടില്ല. ഞാൻ തറവാട്ടി പോയിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ പട്ടിനുണ്ട്. പട്ടി എന്നെ ആക്രമിക്കാൻ വന്നു. ഞാൻ ഓടി വീട്ടിക്ക്. അപ്പോഴേക്ക് ഈ കാലിന്മേ കടി കിട്ടി. എന്നിട്ട് വീട്ടിൽ കയറി. പിന്നാലെ ഞാൻ കണ്ടില്ല. ഞാൻ വേഗം ഓടി. എന്നിട്ട് ഹോസ്പിറ്റലൊക്കെ കാറെടുത്ത് പോയിട്ട് ഇവർ 2 ഷോൾഡറിൻ്റെ അവിടെയും പിന്നെ കയ്യുമ്മയും എടുത്തു. പിന്നെ കാല് പൊട്ടിയ സ്ഥലത്ത് 4-5 എണ്ണം എടുത്തു. ഞാൻ കടിച്ചപ്പോൾ പേടിച്ചു. എന്നിട്ട് കരഞ്ഞു. പിന്നെ കരഞ്ഞോളൂ. പേടിച്ചോണ്ടാണ് ഞാൻ കരഞ്ഞത്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെയ്തത്. പുറത്തേക്ക് ഇറങ്ങിയില്ല ഞാൻ. പട്ടിയാണ് കണ്ടിട്ട് കുറേ അവിടെ നോക്കി. എപ്പോൾ നോക്കിയാലും പട്ടി എൻ്റെ കണ്ണൂരിലുണ്ട്. കഴിഞ്ഞ ദിവസം ട്യൂഷൻ കഴിഞ്ഞ് വന്നിരുന്ന കുട്ടികളെ തെരുവുനായ ഓടിച്ചിരുന്നു. സന്ധ്യയായാൽ കൂട്ടമായി എത്തുന്ന തെരുവുനായ്ക്കളെ ഭയന്ന് ഭീതിയോടെയാണ് വിദ്യാർത്ഥികളടക്കമുള്ളവർ സഞ്ചരിക്കുന്നത്. ആക്രമണകാരിയായ തെരുവുനായയെ പിടികൂടാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശ്രമം ആരംഭിച്ചെങ്കിലും പിടികൂടാൻ കഴിയാത്തത് ആശങ്കയായി മാറുകയാണ്. 2 ദിവസം മുന്നാണ് ഒരു കുട്ടി ട്യൂഷൻ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി ഈ ഫ്രണ്ടിൽ എത്തിപ്പിക്കും. പെട്ടെന്നാണ് ഇവിടുന്ന് ഓടി വന്നെന്ന് വരെ അറിയില്ല. അപ്പോൾ തോമസേട്ടൻ ഉണ്ടായിരുന്ന കാരണം പെട്ടെന്ന് കണ്ടു, പുറത്തുണ്ടായിരുന്നു. അത് കാരണം അതിനെ വേഗം ഓടിച്ചു. അത് കാരണം ആ കുട്ടി രക്ഷപ്പെട്ടു. ആ കുട്ടിക്ക് എന്നിട്ട് 2 ദിവസം ട്യൂഷന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പേടിയായിരുന്നു. പിന്നെ ഇന്ന് തൊട്ടാണ് ആൾ വന്നത്. അപ്പോൾ വന്നപ്പോഴെന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, പേടിയാ ടീച്ചർ അങ്ങനെ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ച ഒരു കുട്ടീനെ ഇതുപോലെ കടിച്ചു. അവൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട് കുട്ടി. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ തറവാട്ടിലേക്ക് വരുമായിരുന്നു. പെട്ടെന്നാണ് വൈകുന്നേരം എവിടുന്ന വന്നതെന്ന് അറിയില്ല. അവനെ കടിച്ചു. അപ്പോൾ അത് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്ക് അപകടമാണെന്ന് വിചാരിച്ചില്ല. ഒരു ദിവസം കൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടായത്. അപ്പോൾ വീട്ടിൽ നമുക്ക് പേടിച്ചിട്ട് വേണം വാതിലോർക്കാൻ. കാരണം ചിലപ്പോൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും നോക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ട് ചവിട്ടി കൂട്ടി. അങ്ങനെ നമുക്ക് മനസ്സിലാവുമല്ലോ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഭയങ്കര ശല്യമാണ്. രാത്രി വാലോർക്കാൻ പറ്റണില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. ബൈക്കിലോ അല്ലെങ്കിൽ സൈക്കിളിലോ പോണ കുട്ടികളെ പോലും നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയപ്പോൾ ഉള്ളത്. വീടുകളിൽ പോലും പുറത്തിറങ്ങാൻ പലയിടത്തും കഴിയുന്നില്ല. വീടുകളിൽ പുറത്തിടുന്ന ചെരുപ്പും മറ്റു വസ്തുക്കളും നായ്ക്കൾ നശിപ്പിക്കുന്നതായും വ്യാപകമായി പരാതിയുണ്ട്. പേവിഷബാധയുള്ള നായ്ക്കൾ കൂടി ഉള്ളതിനാൽ ഇവയുടെ കടിയേൽക്കുന്നത് ഗുരുതര സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്നും ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ പ്രതിരോധിക്കാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ ഊർജിതമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വൈകുന്നേരങ്ങളിൽ പട്ടികൾ 10-30 പട്ടികൾ വരിവരിയായിട്ട് വരികയും ചെയ്യുക. ഈ പ്രദേശത്തുള്ള ട്യൂഷൻ ക്ലാസ്സിലേക്ക് വരുന്ന കൊച്ചുങ്ങളെ ആക്രമിക്കാൻ നോക്കി ആക്രമിച്ചു. പട്ടി കടിക്കുകയും ചെയ്തു. പഞ്ചായത്തിൽ പറയുകയും ചെയ്തു. പഞ്ചായത്തുകാർ ഇന്നലെ വന്ന് പട്ടീനെ പിടിക്കാൻ നോക്കി. പട്ടീനെ കിട്ടിയില്ല. പട്ടികളെ ഒന്നും കിട്ടിയില്ല. പട്ടികളൊക്കെ ഓടിപ്പോയി. പ്രദേശത്ത് ആകെ ഒരു ഭീകരാന്തരീക്ഷമാണ് പട്ടികളെ കൊണ്ട്
ഭയങ്കര ഭീകരാന്തരീക്ഷമാണ് നടക്കുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അളഗപ്പനഗർ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മറ്റ് ജനപ്രതിനിധികളും പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആക്രമണകാരിയായ തെരുവുനായയെ പിടികൂടി നിരീക്ഷിക്കാനും സംരക്ഷിക്കാനും നിർദ്ദേശം നൽകിയതായും തെരുവുനായ പ്രശ്നത്തിൽ ഉചിതമായ നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ പറഞ്ഞു. അളഗപ്പനഗർ പഞ്ചായത്ത് 7-ാം വാർഡ് പച്ചളിപ്പുറം മേഖലയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായി ഇരിക്കുകയാണ്. സന്ധ്യാസമയങ്ങളിൽ കൂട്ടമായി എത്തുന്ന തെരുവുനായ്ക്കളാണ് പ്രദേശത്ത് ഭീതി പരത്തുന്നത്. ഇപ്പോൾ തെരുവുനായ്ക്കൾ ഇവിടെ ട്യൂഷനുമൊക്കെ എത്തുന്ന കുരുന്നുകളെ ആക്രമിക്കാൻ കൂടി തുടങ്ങിയതോടെ വലിയ ഭീതിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. ഏതായാലും ആക്രമണകാരിയായ നായയെ പിടികൂടാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ നായയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ ഈ തെരുവുനായ്ക്കൾക്കെതിരെയുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തൃക്കൂർ പഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് സർവകക്ഷി യോഗം ചേർന്നു. പ്രസിഡന്റ് സുന്ദരി മോഹൻദാസിന്റെ നേതൃത്വത്തിലാണ് സർവകക്ഷി യോഗം ചേർന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സർവകക്ഷികളുടെ നിർദ്ദേശപ്രകാരം ഒരുമിക്കാം നമുക്ക് തെരുവുനായ ശല്യം ഒഴിവാക്കാൻ എന്ന സന്ദേശം ഉയർത്തി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായകളെ വീടുകളിൽ വളർത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. ഇറച്ചിക്കടകൾ, മീൻ വിൽപ്പനക്കാർ, ഹോട്ടലുകൾ, തട്ടുകടകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവിടങ്ങളിലെ മാലിന്യ സംസ്കരണം നിർബന്ധമായും കാര്യക്ഷമമാക്കും. വീടുകളിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ യാതൊരു കാരണവശാലും പുറത്തേക്ക് വലിച്ചെറിയരുത്. പൊതുസ്ഥലങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിലടക്കം ജനവാസ മേഖലകളിൽ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകരുത് എന്ന നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ അറിയിക്കുന്നതിനും അവരുടെ സഹകരണം ആവശ്യപ്പെടുന്നതിനും സർവകക്ഷി യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ, തൃക്കൂർ വെറ്റിനറി ഡോക്ടർ, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു കാരണവശാലും പുറത്ത് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ലൈസൻസിന്റെ പട്ടിക മാത്രം കൊടുക്കുന്നത് പട്ടിക പുറത്ത് കൊടുക്കാൻ പറ്റില്ല. അത് നിർബന്ധമായിട്ട് പറയും. ഈ പറഞ്ഞ സ്പോട്ടുകളുണ്ടാവും. ഞാനിത് കരുതി 10 കൈകാര്യം ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോ ഒരു 17 കുട്ടികളായിട്ട് വരട്ടെ. അപ്പൊ ഇതൊരു 27. ഇപ്പൊ ഇതിനൊന്നും ചെയ്യാം. ആളുകൾ കുട്ടികളെ പ്രശ്നം പറയുന്നുണ്ട്. വീടുകളും പുറത്ത് കിട്ടുന്ന പ്രശ്നം പറയുന്നത് നാട്ടിലില്ല. ആ വീട്ടിൽ വന്നപ്പോ അവരുടെ വീടും നിറയെ നായ്ക്കളാണ് നമുക്ക് കയറാൻ പറ്റുക. അപ്പൊ ഇതൊക്കെ പറയുന്നെങ്കിലും നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞ വിഷയങ്ങളെ കൂടെ നിൽക്കുക. നമുക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിഷ്ടമുള്ള കുറെ പട്ടികൾ വരുന്നുണ്ടെന്ന് വെച്ചാൽ അവിടെ ഞാൻ കുറെ ഭക്ഷണം കൊണ്ടു കൊടുക്കും. അതാണ് ഇവിടെ ജനലൊരു പ്രശ്നം. അവരുടെ വീട്ടിൽ മാത്രമല്ലാന്ന് തോന്നുന്നു. അത് കൃത്യമായിട്ട് അറിയില്ലാന്നുണ്ടെങ്കിൽ അതാണ്. അപ്പൊ അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ഏതെങ്കിലും ആളുകൾ ഭക്ഷണം കൊണ്ടുവിടുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ 3-4 സ്ഥലത്തിറങ്ങി നമ്മളിപ്പോ മൊബൈലിലൊക്കെ വേസ്റ്റ് കൊണ്ടിട്ടുമ്പോൾ പിടിക്കുന്നവർക്ക് ചാർജ് ചെയ്തു. ഒരാളുടെ തലയൊക്കെ പൊട്ടിയില്ലല്ലോ. ഇനി ചിലപ്പോ അത് വേറെ രീതിയിലേക്ക് ചെല്ലും. അതില്ലാണ്ട് പഞ്ചായത്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തില്ല. കാരണം ഇപ്പൊ ഞാൻ എൻ്റെ പേരിൽ കേസ് കൊടുത്തു. അപ്പോൾ പോലീസ് അന്വേഷിച്ചപ്പോൾ നമ്മളിതിൽ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഫസ്റ്റ് തുടക്കം അമ്പലത്തിലെ ഫ്രണ്ടിലായിരുന്നു ഒരു ഭക്ഷണം വെച്ച് കൊടുക്കാൻ. അവിടെ ഭക്ഷണം വെച്ച് കൊടുത്ത് ഇവിടെ ഞങ്ങൾ പറഞ്ഞു അവിടെ വെച്ച് കൊടുക്കല്ല, മാറ്റി കൊടുക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ആൾക്കാരെ വിളിക്കാം. ഡോക്ടർ പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റാതായി. ഞാൻ ഓടിക്കുന്നത് എയ്സ് വണ്ടിയാണ്, ഇയാൾക്കറിയാം. എൻ്റെ വണ്ടി ഈ ഹൈഡെക്കാണ്, എന്ന് വെച്ചാൽ സൈഡ് ഇങ്ങനെ പൊന്തിയിട്ടുള്ള വണ്ടിയാണ്. എൻ്റെ വണ്ടി എവിടെ കണ്ടാലും ഈ വന്തിങ്ങരണം നടത്തിയ നായ്ക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കും. കാരണം വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്മൾ നോക്കാനായിട്ട് അവർക്ക് അറിയില്ല. പലപ്പോഴും തൃശ്ശൂർ റൗണ്ടിൽ വെച്ചിട്ട് ഞാൻ നേരിട്ടുള്ള പ്രശ്നമാണ്. എൻ്റെ വണ്ടി ഇറച്ചി കച്ചവടമായാലും മറ്റു ഹോട്ടലുകളായാലും ഞാൻ ഗ്രൂപ്പിൽ കൂടെ ഇന്ന് തന്നെ നിരന്തരമായി മെസ്സേജുകൾ വിടുന്നുണ്ടെങ്കിലും ഇന്ന് തന്നെ എൻ്റെ സുരക്ഷ മനസ്സിലാക്കിയിട്ട് ഞാനതിന് നിർദ്ദേശം ഗ്രൂപ്പിലൂടെ അറിയിക്കാമെന്ന് ഞാനിവിടെ ഉറപ്പ് തരുന്നു. വ്യാപാരി വ്യവസായ എല്ലാ ഏത് തരത്തിലാണെങ്കിലും എല്ലാവിധ സഹകരണം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഈ കാടിന്റെ അടുത്തുള്ള സ്ഥലത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ, തെരുവുനായ്ക്കളെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല വേറൊരു റിസ്ക് കൂടി ഉള്ളത്, ഈ കുറുക്കനിന്നൊക്കെ പേവിഷബാധയുടെ പ്രശ്നങ്ങൾ കൂടുതൽ ബാധിക്കുന്നത് കൊണ്ട് ഈ
ഇത്തരം പഞ്ചായത്തുകളിൽ വളരെ കൃത്യമായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആക്രമിക്കുന്നതിന് പുറമെ ഈ ഏറ്റവും പേടിക്കേണ്ട പേവിഷബാധ പോലെയുള്ള അസുഖവും ഈ നായ്ക്കളിൽ കൂടി മനുഷ്യന് പകരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പഞ്ചായത്ത് വളരെ നേരത്തെ തന്നെ ഇതിൽ ഇടപെടാൻ ഒരു തീരുമാനം എടുത്തതിന് ആദ്യം തന്നെ പഞ്ചായത്ത് സമിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റ് രംഗത്തെത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ വിഷയം ശക്തമായി ഉന്നയിക്കുകയും അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി സമർപ്പിക്കുകയും ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസിന് നൽകിയ പരാതിയിൽ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റിനു വേണ്ടി ജനറൽ സെക്രട്ടറി ജോയ് കാവിലാണ് പരാതി കൈമാറിയത്. രാത്രിയും പകലും തെരുവുനായ്ക്കളുടെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ തെരുവുനായ ആക്രമണ ഭീഷണിയിലാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങൾ പ്രദേശവാസികളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 2 ആഴ്ച മുൻപ് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 വ്യാപാരികൾ തെരുവുനായയുടെ ആക്രമണത്തെ തുടർന്ന് അപകടത്തിൽപ്പെടുകയും ഗുരുതരമായി പരിക്കേറ്റ് ശസ്ത്രക്രിയയ്ക്ക് വിധേയരാവുകയും ചെയ്തതായി വ്യാപാരി സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. ഇരുവരും ഇപ്പോൾ ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിലാണെന്നും സംഘടന വ്യക്തമാക്കി. പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. കുറുമാലിപ്പുഴയിലെ മറ്റത്തൂർ ആറ്റപ്പള്ളിയിലുള്ള കുളിക്കടവിൽ മുങ്ങിമരണങ്ങളും ഒഴുക്കിൽപ്പെടുന്നതും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇവിടെ സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 4 പേരാണ് ഇവിടെ പുഴയിൽ മുങ്ങിമരിച്ചത്. കുളിക്കുന്നതിനിടെ കാൽവഴുതി ഒഴുക്കിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ടവരുടെ എണ്ണം നിരവധിയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കടവിൽ കുളിക്കുന്നതിനിടെ അമ്മയും മകളും ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുന്നെങ്കിലും സമീപത്ത് ചൂണ്ടയിട്ടിരുന്നവർ പുഴയിൽ ചാടി ഇവരെ സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. മറ്റത്തൂർ കാവനാട് ശുദ്ധജല പദ്ധതിയുടെ ആറ്റപ്പള്ളിയിലുള്ള പമ്പ് ഹൗസിന് സമീപത്താണ് ആറ്റപ്പള്ളി പാറക്കടവ് ഉള്ളത്. കടവിൽ നിന്ന് 50 മീറ്ററോളം മാത്രം താഴെയാണ് ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉള്ളത്. അതിനാൽ തന്നെ കടവിനോട് ചേർന്നുള്ള ഭാഗത്ത് ആഴം കൂടുതലാണ്. ശക്തമായ അടിയൊഴുക്കും ഇവിടെയുണ്ട്. കടവിൽ പുഴയിലേക്കിറങ്ങാനായി 12ഓളം പടവുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കൈവരികളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇവിടെയില്ല. കടവും പരിസരവും ശാന്തമായ സ്ഥലമായതിനാൽ ധാരാളം പേർ ഇവിടെ വന്നിരിക്കാറുണ്ട്. വേനൽക്കാലത്ത് ചൂടിൽ നിന്ന് ആശ്വാസം തേടി ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആറ്റപ്പള്ളി കടവിൽ എത്തുന്നവരുമുണ്ട്. കടവിലെ പടവുകളിൽ ഇറങ്ങുന്നവർക്ക് ചെറിയ അശ്രദ്ധയുണ്ടായാൽ പോലും കാൽവഴുതി പുഴയിലെ ആഴമുള്ള ഭാഗത്തേക്ക് വീഴും. അടുത്ത കാലത്ത് ഇവിടെ നടന്ന മരണങ്ങളെല്ലാം ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അപകട മരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആറ്റപ്പള്ളി കടവിലെ പടവുകളുടെ വശങ്ങളിൽ സുരക്ഷാവേലി സ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പറപ്പൂക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ഷീന പ്രദീപ് യോഗാദിന സന്ദേശം നൽകി. ഡോക്ടർ ഇന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ജീന സലീഷ്, ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ഷാജു കോമ്പാറക്കാരൻ, പഞ്ചായത്തംഗങ്ങളായ ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, ലതാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് GVHSSൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. എക്സൈസ് തൃശൂർ ഡിവിഷൻ സിവിൽ എക്സൈസ് ഓഫീസർ PM ജയദീർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഷീബ ഫ്രാൻസിസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പ്രധാനാധ്യാപിക MP ബിന്ദു, സ്കൂൾ കൗൺസിലറായ PT ടീന, സ്കൂൾ ലീഡർ റോസരി റോബി, KS പുഷ്കല എന്നിവർ സന്നിഹിതരായിരുന്നു. ലഹരി വിരുദ്ധ റാലിയും പരിപാടിയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ ആന്റി നാർക്കോട്ടിക് സെല്ലിന്റെയും കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു.
ജീവിതമാണ് ലഹരിയെന്നും ലഹരിയല്ല ജീവിതമെന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിദ്യാർത്ഥികൾ ശക്തിപ്പെടുത്തണമെന്നും കോളേജ് പ്രിൻസിപ്പൽ ലിജോ ജോൺ ലഹരി വിരുദ്ധ ദിനത്തിൽ അഭിപ്രായപ്പെട്ടു. കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കോർഡിനേറ്റർ ലിൻഡോഷ് ജോൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവി NP സെബി, KJC ജോയ്, CV വിപിൻ, റോയ്സൺ വർഗീസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓപ്പറേഷൻ തുഫാൻ പദ്ധതിയിൽ തുഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെ RJD പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി പുതുക്കാട് സെന്ററിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. രാഷ്ട്രീയ ജനതാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ രാഷ്ട്രീയ യുവ ജനതാദൾ ജില്ലാ ട്രഷറർ സാവിയോ സേവ്യർ അധ്യക്ഷത വഹിച്ചു. ഡേവിസ് വില്ലടത്തുകാരൻ, അഡ്വക്കേറ്റ് TI സേവ്യർ, IP കുട്ടൻ, ഡാനിയോ സേവ്യർ, PV അനിൽകുമാർ മേനോൻ, മോഹനൻ വെണ്ടൂർ, MP ജോർജ്, AA റപ്പായി, VR അന്തോണി, MV പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. KD ജോർജ്, സുധാകരൻ പണിക്കശ്ശേരി, MV വാസു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുത്തൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളിൽ കാട്ടാന ശല്യത്തിനെതിരെ ജൂൺ 27-ന് മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ജനകീയ സമിതി പ്രവർത്തകർ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളായ വെള്ളക്കാരിത്തടം, മാന്നാമംഗലം, മരോട്ടിച്ചാൽ, ചെന്നായിപ്പാറ, തെക്കേക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ജൂൺ 27 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടത്തുന്ന പ്രതിഷേധ ധർണ K രാജൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. പുത്തൂർ പാണഞ്ചേരി പഞ്ചായത്തിലെ മലയോര മേഖലകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രദേശത്ത് വൈദ്യുതി വേലി ഉണ്ടെങ്കിലും അതൊന്നും തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ജനവാസ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ശല്യം കാരണം പ്രദേശവാസികൾ ഭീതിയിലാണ്. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടികൾ സമരസമിതി ഭാരവാഹികൾ ആരോപിച്ചു. പ്രദേശത്തെ കർഷകർ, വ്യാപാരികൾ, രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ മാർച്ചിൽ അണിനിരക്കും. ജനകീയ സമിതി ചെയർമാൻ ഷാജി വാരപ്പെട്ടി, കൺവീനർ ബാബു പനക്കൽ, BS എഡിസൺ, ദിനേശൻ കാരയിൽ, ബിജോയ് ഐനിക്കൽ, ദിബീഷ് ബാലൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുത്തൂർ പഞ്ചായത്തിൻ്റെ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ അതിർത്തി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു 8 വാർഡോളം വരുന്ന ഒരു 2000-2000 വരുന്ന കർഷക കുടുംബങ്ങൾ, ഈ വനാതിർത്തിക്ക് കിടക്കുന്ന കർഷക കുടുംബങ്ങളും അതിനോട് ചേർന്ന് നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഒരു സ്ഥലമായ താമരവെള്ളച്ചാലിൽ താമസിക്കുന്ന ആൾക്കാർ, ഇത്രയും ആൾക്കാരും വന്യമൃഗങ്ങളുടെ ശല്യത്താൽ ഞങ്ങളാകെ ഭയങ്കരമായിട്ട് പേടിച്ചു വിറച്ചാണ് ഞങ്ങളവിടെ താമസിക്കുന്നത്. സുമാർ 10 വർഷക്കാലമായിട്ടുണ്ടാവും ആനയുടെ ശല്യങ്ങൾ അവിടെ തുടങ്ങിയിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്തൊക്കെ ഒരു 100 മീറ്റർ ആ കാടിനോട് അടുത്ത് കിടക്കുന്ന ചില കുടുംബങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലാണ് ആന വന്നിരുന്നത്. അപ്പോൾ അത് കുറച്ച് കുടുംബങ്ങളുടെ മാത്രം പ്രശ്നമായിട്ട് അവശേഷിച്ചിരുന്നു. പക്ഷെ അത് പിന്നീട് 100 മീറ്റർ, 200 മീറ്ററായി, 300ആയി, 500ആയി, 1 കിലോമീറ്ററായി, 2 കിലോമീറ്ററായി, ഇപ്പോൾ 3-4 കിലോമീറ്റർ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി വന്ന് ശല്യം വളരെ രൂക്ഷമായ ശല്യം ആയിരിക്കും. ജനവാസം യോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ഞങ്ങളൊക്കെ ആ നാട് വിട്ട് പോകേണ്ട അവസ്ഥ. പലരും ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ല. ഫെൻസിങ് ശാശ്വതമല്ല. കാരണം ഈ ഫെൻസിങ് ആന മരം തട്ടിയിട്ട് മറിച്ചും കൊമ്പ് കൊണ്ട് ഈ കാല് കുത്തി പൊന്തിച്ചും മറിച്ചിടുകയാണ്. ഫോറസ്റ്റുകാർ വന്ന് ബാറ്ററിയുടെ അവിടെ ചാർജ് നോക്കുമ്പോൾ ബാറ്ററിക്ക് ചാർജ് ഉണ്ട്. പക്ഷേ 200-300 മീറ്റർ മാറിയിട്ട് ഈ വേലി പൊളിച്ചിട്ടിട്ടാണ് ആന കടന്നു വരുന്നത്. അപ്പോൾ അതൊരു ശാശ്വത പരിഹാരമല്ല. അവിടെ വേണ്ടത് ട്രെഞ്ച് എടുക്കുക എന്നുള്ളൊരു പോംവഴിയാണ് ഇതിനൊരു പരിഹാരമായിട്ട് വരുള്ളൂ. ഈ നിമിഷം അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് വേണ്ടി ടോർച്ച് തരാം, നിങ്ങൾക്ക് ട്രെയിനിങ് തരാം, നിങ്ങൾക്ക് റിഫ്ലക്ഷൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്. ഇതുവരെ അതിനുശേഷം ഒരു മീറ്റിംഗ് കൂടുതലല്ലാണ്ട് വേറെ അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട 12 ആളെന്നുള്ളത് ഞങ്ങളിപ്പോൾ അത് 30 യുവാക്കളായിട്ടുണ്ട്. 30ഓളം ആളുകളുണ്ട്. എവിടെ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 12 മണിയാണെങ്കിൽ ഞങ്ങൾ അവിടെ ഇറങ്ങുന്നുണ്ട്.
കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് പടക്കവും ഗുണ്ടും അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് ഞങ്ങളായിട്ട് തന്നെയാണ് ഓടിക്കുന്നത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ IQAC NSS യൂണിറ്റ് ആന്റി നാർക്കോട്ടിക് സെൽ NCC ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്പോർട്സ് ആണ് ലഹരി എന്ന പ്രമേയത്തിൽ നടന്ന പരിപാടിയിൽ NSS വോളണ്ടിയർമാരും NCC കേഡറ്റുകളും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും തീം ഡാൻസും ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിച്ചു. മിഷൻ തൂഫാൻ ഷൂട്ടൌട്ട് ചലഞ്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL ഉദ്ഘാടനം ചെയ്തു. കായിക രംഗത്തിലൂടെ യുവജനങ്ങളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന സന്ദേശമാണ് പരിപാടിയിലൂടെ നൽകിയത്. കല്ലൂർ പാലക്കപ്പറമ്പ് ശ്രീ കണ്ണംകുറ്റി ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, തുടർന്ന് കലശം, നവകം, പഞ്ചഗവ്യം, നാഗപൂജ, വിശേഷാൽ പൂജകൾ എന്നിവ നടത്തി പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ക്ഷേത്രം തന്ത്രി പെരുമ്പടപ്പ് വടക്കേടത്ത് കേശവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. മാളിയേക്കൽ തറവാട്ടിലെ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. യജ്ഞാചാര്യൻ വിജയ് മുകുന്ദരാജ് പ്രഭു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വെള്ളിയാഴ്ച ഭാഗവത സപ്താഹയജ്ഞം സമാപിക്കും. ശനിയാഴ്ചയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം. അന്ന് രാവിലെ ഗണപതി ഹോമം, കലശാഭിഷേകം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകുന്നേരം ദീപാരാധന എന്നിവയുൾപ്പെടെയുള്ള വിശേഷാൽ പൂജകൾ നടക്കും. മറ്റത്തൂർ GLPSലെ ഗണിതശാസ്ത്ര ക്ലബ്ബ് പഞ്ചായത്ത് അംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TR രാഗേഷ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക TM ശകുന്തള, പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ്, സീനിയർ അധ്യാപിക പ്രീതി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശില്പശാലകളും പ്രദർശനവും ഉണ്ടായിരുന്നു. IT ഡിജിറ്റൽ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിട്ട ബ്രെയിൻ ടെക്കിന്റെ പ്രിന്റ് പ്രൊഡക്ഷൻ വിഭാഗമായ ബിറ്റ്സ് ഡിജിറ്റൽ പ്രസ് ആൻഡ് ഫോട്ടോഗ്രാഫിക് കളർ ഹബിന്റെ ഔട്ട്ലെറ്റ് പുതുക്കാട് ആരംഭിക്കുന്നു. തളിയപ്പറമ്പിൽ കോംപ്ലക്സിൽ ആരംഭിക്കുന്ന സ്ഥാപനം വെള്ളിയാഴ്ച രാവിലെ 9:30 ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയ വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് ആശീർവാദ കർമ്മം നിർവഹിക്കും. വൈസ്മൻ ഇന്റർനാഷണൽ പുതുക്കാട് ക്ലബ്ബും ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി ചേർന്ന് നടത്തുന്ന സൗജന്യ യോഗ ധ്യാന പരിപാടി ജൂൺ 26, 27, 28 തീയതികളിൽ രാവിലെ 9:30 മുതൽ 11:30 വരെ പുതുക്കാട് SN പ്രീ സ്കൂളിൽ നടക്കും. സൂഫി വര്യനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗവുമായിരുന്ന ശൈഖുന ചെറുവാളൂർ PS ഹൈദ്രോസ് മുസ്ലിയാരുടെ 7ാമത് ആണ്ട് നേർച്ചയും ദാറു തഖ്വ മജ്ലിസുന്നൂർ വാർഷികവും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ പുലിക്കണ്ണിയിൽ നടക്കും. പുലിക്കണ്ണി ദാറു തഖ്വ ഇസ്ലാമിക് അക്കാദമിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 ദാറു തഖ്വ ട്രഷറർ മൊയ്തീൻ ഹാജി എടത്തടയത്തിൽ പതാക ഉയർത്തും. തുടർന്ന് പാലത്തോൾ അബ്ദുൽ ജബ്ബാർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മഖാം സിയാറത്ത് നടക്കും. രാത്രി 7 നടക്കുന്ന മജ്ലിസുന്നൂർ വാർഷിക സമ്മേളനത്തിന്റെയും പുതിയ കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ശനിയാഴ്ച വൈകുന്നേരം 4 ദാറു തഖ്വ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും. രാത്രി 7 നടക്കുന്ന മതപ്രഭാഷണ സദസ്സ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. PA അബൂബക്കർ ഹുദവി മുണ്ടംപറമ്പ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ 10 പാലപ്പള്ളി മേഖല ഖാളി അൽഹജ് P മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മൗലീദ് സദസ്സ് നടക്കും. രാവിലെ 11 നടക്കുന്ന അനുസ്മരണ സമ്മേളനം സമസ്ത സെക്രട്ടറി MT അബ്ദുല്ല മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുന്ന അന്നദാനത്തോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് മുബാറക്കിന് പരിസമാപ്തിയാകും. ഇനി കാണാം ഇൻഫോടോക്ക്. നാരങ്ങയുടെ നീരിനേക്കാൾ പോഷകമൂല്യമുള്ളതാണ് അവയുടെ പുറം തോടിന്. ഇവയ്ക്ക് അല്പം കയ്പാണെങ്കിലും ചായയിലും സാലഡിലും സൂപ്പിലുമൊക്കെ ചേർക്കുന്നത് ആ വിഭവങ്ങളുടെ പോഷക ഗുണം ഇരട്ടിപ്പിക്കാൻ സഹായിക്കും. റിപ്പോർട്ടിലേക്ക്. നമ്മുടെ ശരീരത്തിലെ സ്വാഭാവിക പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനുള്ള കഴിവ് നാരങ്ങയുടെ തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ വിറ്റാമിൻ C, ഫ്ലേവനോയിഡുകൾ, D-ലിമണൈൻ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളമുണ്ട്. ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടുമെന്ന് മാത്രമല്ല, ചർമ്മത്തിലെ അകാല വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. ദഹനാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഭക്ഷ്യനാരുകൾ നാരങ്ങയുടെ തൊലിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ശരീരത്തിന് അവശ്യ പോഷകങ്ങളായ കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ C എന്നിവയും ഇതിലുണ്ട്.
ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. മോണരോഗങ്ങൾക്കുള്ള പരിഹാരം നാരങ്ങയുടെ തൊലിയിലുണ്ട്. ഇതിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉണ്ട്. ഇത് വായ്ക്കുള്ളിലെ ഉപദ്രവകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കും. ഇതിലൂടെ മോണയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ബയോ ആക്റ്റീവ് സംയുക്തങ്ങളുടെ മികച്ച ഉറവിടം കൂടിയാണ് നാരങ്ങാത്തൊലി. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തൊഴിലവസരങ്ങളും അറിയിപ്പുകളുമായി അവസരജാലകം. നമസ്കാരം, അവസരജാലകത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ തൊഴിലവസരങ്ങളും അറിയിപ്പുകളും നോക്കാം. കായികാധ്യാപകനെ ആവശ്യമുണ്ട്. തലൂർ ജീസസ് അക്കാദമി സ്കൂളിലേക്ക് കായികാധ്യാപകനെ ആവശ്യമുണ്ട്. ഫോൺ 9188552578. പെട്രോൾ പമ്പിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ആമ്പല്ലൂർ മേഖലയിലെ പെട്രോൾ പമ്പിലേക്ക് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9458000860 അല്ലെങ്കിൽ 9188385950. വിളിക്കേണ്ട സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. വരന്തരപ്പള്ളി സാലി വെഡ്ഡിംഗ് സെന്ററിലേക്ക് സെയിൽസ് ഗേൾസിനെയും ബില്ലിംഗ് സ്റ്റാഫുകളെയും ആവശ്യമുണ്ട്. ആകർഷകമായ ശമ്പളം. ഫോൺ 8129843667. കോടാലി ഷാരഡീസ് സാരി കേന്ദ്രയിൽ തൊഴിൽ അവസരം. ഒഴിവുകൾ: സെയിൽസ് ഗേൾസ് 15 പേർ, ബില്ലിംഗ് സ്റ്റാഫ് 2 പേർ. കൂടുതൽ വിവരങ്ങൾക്ക് 8590455545. ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു. പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ തൽപരരായവരും സാമ്പത്തികവും കുടുംബപരവുമായ പിന്നോക്കാവസ്ഥ കാരണം മികവ് പ്രകടിപ്പിക്കാൻ കഴിയാത്ത പട്ടികജാതി വിഭാഗത്തിലെ സമർത്ഥരായ വിദ്യാർത്ഥികൾക്കായി ആവിഷ്കരിച്ച ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 2026-27 വർഷത്തെ സ്കോളർഷിപ്പിനായി ഇ ഗ്രാൻഡ്സ് പോർട്ടൽ 3.0 മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ജൂലൈ 15 വൈകിട്ട് 5-നകം അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസുമായോ തൃശൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ 0487236038. ചേർപ്പ് ഗവൺമെന്റ് ITIയിൽ പ്രവേശനം. ജൂൺ 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ചേർപ്പ് ഗവൺമെന്റ് ITIയിലെ 2026 വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. NCVT അംഗീകാരമുള്ള 2 വർഷത്തെ മെട്രിക് ട്രേഡുകളായ സർവേയർ, ഇലക്ട്രീഷ്യൻ എന്നിവയിലേക്കാണ് പ്രവേശനം. താൽപ്പര്യമുള്ളവർക്ക് www.itiadmission.kerala.gov.in അല്ലെങ്കിൽ det.kerala.gov.in എന്നീ വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഫോൺ 0487296601 അല്ലെങ്കിൽ 9633447243 അല്ലെങ്കിൽ 7012733265. കെൽട്രോണിൽ ഇന്റീരിയർ ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകൾക്ക് ഫീസ് ഇളവോടെ അപേക്ഷിക്കാം. കെൽട്രോണിൻ്റെ 1 വർഷം 4 മാസം കാലാവധിയുള്ള വിവിധ ഡിസൈനിംഗ് കോഴ്സുകളിലേക്ക് ഫീസ് ഇളവോടെ പഠിക്കാൻ അവസരം. ആർക്കിടെക്ചർ ഡിസൈൻ, ഇന്റീരിയർ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ, അഡ്വർടൈസിംഗ് ഡിസൈൻ, അഡ്വർടൈസിംഗ് ഗ്രാഫിക്സ് എന്നീ വിഷയങ്ങളിലാണ് കോഴ്സുകൾ. 10ാം ക്ലാസ്, ITI, +2, ഡിപ്ലോമ, ബിരുദം, BTech യോഗ്യതയുള്ളവർക്ക് അനുയോജ്യമായ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. വിശദാംശങ്ങൾക്കും രജിസ്ട്രേഷനുമായി
തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ BSNL ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ 9895415653 അല്ലെങ്കിൽ 0487242900. അവസരജാലകം സമാപിക്കുന്നു. കൂടുതൽ തൊഴിലവസരങ്ങളും അറിയിപ്പുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ UG, BCom, BBA, BSc, BA, BCA, PG, MCom, MA, MSW, MSc കോഴ്സുകളിലെ SC/ST സ്പോർട്സ് ക്വാട്ട ഉൾപ്പെടെയുള്ള സംവരണ വിഭാഗങ്ങളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. പ്രവേശനത്തിന് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ജൂൺ 29 രാവിലെ 10 മണിക്ക് മുൻപായി അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04852713 അല്ലെങ്കിൽ 9495247413 9400063194. അളഗപ്പനഗർ പഞ്ചായത്ത് ഹൈസ്കൂളിന് കീഴിൽ UP വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി കൂടിക്കാഴ്ചയ്ക്കായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 048027509558. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ട്, അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,955 രൂപ, പവന് 1,03,640 രൂപ. വെണ്ടൂർ കിഴിപ്പള്ളിക്കര KK കുമാരൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് തെക്കേത്തുറവ് കൊരട്ടിക്കാരൻ റാഫേൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഫിലോമിനയാണ് ഭാര്യ. ബിനു, ദീപ എന്നിവർ മക്കളും. ജോസഫ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അളഗപ്പനഗർ പഞ്ചായത്ത് പച്ചളിപ്പുറത്ത് തെരുവുനായ ശല്യം രൂക്ഷം. പരാതിയുമായി നാട്ടുകാർ. തൃക്കൂർ പഞ്ചായത്തിലെ തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട വ്യാപാരികൾ. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് സർവകക്ഷി യോഗം വിളിച്ച് പഞ്ചായത്ത് അധികൃതർ. തെരുവുനായകളെ വീടുകളിൽ വളർത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് നിർബന്ധമാണെന്ന് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്. അപകടങ്ങൾ പതിവായ ആറ്റപ്പള്ളി കുളിക്കടവിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പറപ്പൂക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾ ഒരുക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.